സോ ഹേ ഗൈസ്, ഞാനിവിടെ എത്തിയിരിക്കുന്നത് കേരള സ്റ്റോറി 2-ന്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനത് ലോങ് വീഡിയോ ആക്കുന്നില്ല, ഷോർട്ട് വീഡിയോ ആക്കുന്നുള്ളൂ. കാരണം ആ ഒരു മൂവിക്ക് ഞാൻ കാരണം ഇനിയും ഒരു എക്സ്ട്രാ വ്യൂ കിട്ടരുത്, അതുകൊണ്ട് മാത്രമാണ്. സോ ചെറിയൊരു മെസ്സേജ് എൻ്റെ ഈ ഒരു ഫിലിമിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ആ ട്രെയിലർ തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു കേരള സംസ്ഥാനത്തെ മുഴുവൻ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്നത് ഒരു മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് കേരള സ്റ്റോറി 2 അതുമാത്രമല്ല 1ഉം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ പറയുന്ന ഇതിനു മുന്നേ നമ്മുടെ ബോളിവുഡ് ഫിലിമിൽ സിർഫ് തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവി നിങ്ങളൊന്ന് കണ്ടു നോക്ക്. അതിനകത്തൊരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് കണ്ടു നോക്ക്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ കേരളത്തെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രീനറി, അതിൻ്റെ സംസ്കാരങ്ങളും എല്ലാം, അതിനകത്തെ സൗഹൃദങ്ങളും എല്ലാം നല്ല അടിപൊളിയായിട്ട് ആ സിർഫ് തും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോളിവുഡ് മൂവി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു വലിയ പവർഫുൾ ഒരു മീഡിയം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിന് നമുക്ക് എത്രത്തോളം അതിനെ സ്വാധീനിക്കാനും എത്രത്തോളം ആഴങ്ങളിൽ നമുക്ക് ഒരാൾക്കാരുടെ മനസ്സിൽ എത്തിക്കാനും പറ്റുന്നതാണ്. സോ ഇതിനെ തീരെ മിസ്യൂസ് ചെയ്യരുത്. ടു ദ ഡയറക്ടർ ഞാൻ പറയുകയാണ്, ഒന്നല്ലെങ്കിൽ നമ്മുടെ ആ ഫിലിമിൻ്റെ പേരങ്ങ് മാറ്റ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. സോ ദിസ് ഈസ് നോട്ട് ഫെയർ അറ്റ് ഓൾ. ഞാൻ എന്തായാലും ഈ ഒരു മൂവി തിയേറ്ററിൽ പോയി കാണത്തുമില്ല. കേരള സ്റ്റോറി 1ഉം ടി വിയിൽ വന്നിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയോ ഒന്നും കണ്ടിട്ടില്ല. ഇനി കാണത്തുമില്ല. ഓക്കെ, ഡയറക്ടർ പ്ലീസ് പ്ലീസ് ചേഞ്ച് ദാറ്റ് നെയിം. നമ്മുടെ കേരളം ഇങ്ങനെയല്ല. ഓക്കെ, വി ഹാവ് ഗോട്ട് സോ മെനി ഫ്രണ്ട്സ്, എല്ലാ നാനാവിധ ഭാഷകളും എല്ലാ പല പല റിലീജിയനും എല്ലാവരത്തും നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ദിസ് ഈസ് നോട്ട് അസ്. ഓക്കെ, സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.